നമസ്കാരം. മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററിൽ മികച്ച പ്രതികരണവുമായി മുന്നേറുകയാണ്. 5 ദിവസം കൊണ്ട് എമ്പുരാൻ നേടിയത് 24 കോടി എന്നായിരുന്നു ഔദ്യോഗിക കണക്കുകൾ. മലയാളത്തിലെ ഏറ്റവും പണം വാരി ചിത്രമാണ് എമ്പുരാൻ എന്ന് നിർമ്മാതാക്കളും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ എമ്പുരാന്റെ അവകാശവാദങ്ങളൊന്നുമില്ലാതെ എത്തിയ തുടരും അത്ഭുതമാവുകയാണെന്നാണ് അഭിപ്രായം. 2.5 ദിവസത്തെ കളക്ഷൻ കണക്കുകൾ 16.7 കോടി കടന്നു. അതായത് 100 കോടി ക്ലബിലേക്ക് തുടരും ഓടിയെത്തുമെന്നാണ് സാരം. വിവിധ ഏജൻസികളുടെ കണക്കിൽ ഇന്ത്യയിലെ മാത്രം കളക്ഷനാണ് 16.7 കോടി. വിദേശ കളക്ഷനൊന്നും പുറത്തു വന്നിട്ടില്ല. എമ്പുരാന് ചെലവായത് 170 കോടിയെങ്കിൽ അത്രയൊന്നും മുടക്കുമുതലില്ലാത്ത തുടരുമെന്ന മോഹൻലാൽ സിനിമ നിർമ്മാതാക്കൾക്ക് ലാഭം ഉറപ്പാക്കുകയാണ്. OTTയും സാറ്റലൈറ്റ് റൈറ്റും എല്ലാം ചേരുമ്പോൾ പ്രൊഡ്യൂസർക്ക് എല്ലാ അർത്ഥത്തിലും ചിരിക്കാനുള്ള വക തുടരും നൽകുമെന്ന് സാരം. മോഹൻലാലിന്റെ അഭിനയ മികവും തരുൺ മൂർത്തിയുടെ സംവിധായക മികവും എല്ലാം ചർച്ചയാക്കിയാണ് തുടരും തിയേറ്ററുകളിൽ ആവേശമാകുന്നത്. സാഗ്നിക് വെബ്സൈറ്റിന്റെ കണക്ക് പ്രകാരം ആദ്യ ദിവസം 5.25 കോടിയാണ് തുടരും കളക്ട് ചെയ്തത്. രണ്ടാം ദിനം അത് 8.96 കോടിയായി. മൂന്നാം ദിനം 12 മണി വരെ 2.49 കോടിയും കളക്ട് ചെയ്തു. മൂന്നാം ദിനം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ കളക്ഷൻ കണക്കുകൾ മൂന്നാം ദിനത്തിൻ്റെതായി പുറത്തുവരാൻ സാധ്യതയുണ്ട്. 10 കോടിയുടെ അടുത്ത് കളക്ഷൻ എത്തുമെന്നാണ് വിലയിരുത്തൽ. അതായത് ഞായറാഴ്ച ഉച്ചവരെ 16.7 കോടി എന്ന കണക്ക് രാത്രിയാകുമ്പോൾ 25 കോടി എത്താനുള്ള സാധ്യത ധാരാളമായുണ്ട്. അങ്ങനെയെങ്കിൽ 3 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 25 കോടി കളക്ട് ചെയ്യുന്ന മലയാള ചിത്രമായി തുടരും മാറും. എമ്പുരാന്റെ നിർമ്മാതാക്കൾ ഇതിന് മുകളിൽ ഇന്ത്യ കളക്ഷൻ 3 ദിവസം കൊണ്ട് നേടിയെന്നും അവകാശപ്പെടുന്നുണ്ട്. തുടരും ചിത്രത്തിന്റെ ആകെ കച്ചവടം 100 കോടിക്ക് മുകളിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. OTTക്കാരും സാറ്റലൈറ്റുകാരും വൻ തുക ഈ തരുൺ മൂർത്തി ചിത്രത്തിന് നൽകുമെന്നാണ് സിനിമാ പ്രവർത്തകരും വിലയിരുത്തുന്നത്. തള്ളില്ലാതെ എത്തിയ കൊച്ചു മോഹൻലാൽ ചിത്രമാണ് തുടരും. നേരത്തെ നേര് എന്ന മോഹൻലാലിന്റെ കോർട്ട് മൂവിയും ഇത്തരത്തിൽ തിയേറ്ററുകളിൽ ആവേശമുണ്ടാക്കിയിരുന്നു. അതിനിടെ ആഗോളതലത്തിൽ രണ്ടാം ദിനം 24 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തതെന്നും സിനിമയുടെ അണിയറ പ്രവർത്തകരും പറയുന്നു. കളക്ഷൻ 40 കോടിയായി. ആദ്യ ദിവസം മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന 7ാമത്തെ മലയാള ചിത്രമായി തുടരും മാറി. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 4 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് റിലീസ് ദിവസം തന്നെ വിറ്റുപോയത്. ഇപ്പോഴും ഇതേ ട്രെൻഡ് തുടരുകയാണ്. ഈ കണക്ക് മുഖവിലക്കെടുത്താൽ 2 ദിനം കൊണ്ട് 50 കോടി ക്ലബിലേക്ക് തുടരുമെത്തും. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുത്തനെ ഉയരാനാണ് സാധ്യത. ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ അർദ്ധരാത്രി പ്രത്യേക ഷോ പല തിയേറ്ററുകളും കളിക്കേണ്ടി വന്നു. ചിത്രം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. എമ്പുരാനിൽ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലിനെയാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ വിന്റേജ് മോഹൻലാലിനെ കാണാം. മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനായി എന്നാണ് തുടരും സിനിമയുടെ പ്രത്യേകത. ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ ഇടവേളയോട് അടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുന്നു. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. മോഹൻലാലിന്റെ കരിയറിലെ 360ാം ചിത്രമാണിത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിനു ശേഷമാണ് മോഹൻലാലും ശോഭനയും ഒരുമിച്ച് തിയേറ്ററിലെത്തുന്നത്.